ألا إنهم هم المفسدون ولكن لا يشعرون. സൂറത്തുൽ ബഖറയിലെ 12-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നാം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി അലാ ഇന്നഹും, അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. അലാ ഇന്നഹും, ശേഷം മണിക്കേണ്ട സ്ഥലമാണ് ഇന്നഹും. നൂനിന്റെ മേലെ ഷദ്ദുണ്ട്. ഷദ്ദുള്ള നൂനിനെയും മീമിനെയും 2 ഖദ്ർ മണിക്കേണ്ട അക്ഷരങ്ങളാകുന്നു. ശേഷം ഹുമുൽ മുഫ്സിദൂൻ വായിക്കുമ്പോൾ ഹാ വ്യക്തമാക്കി കേൾപ്പിക്കേണ്ടതാണ്. വലാകിൻ ലാ, അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമു വന്നു. അവിടെ സുക്കൂനുള്ള നൂനിനെ ലാമിൽ ലയിപ്പിക്കുകയും മണിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. അവിടെയാണ് ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്ന് പറയാറുള്ളത്. വലാകിൻ ലാ യശ്ഉറൂൻ, കാഫിന് ശേഷം ലാമ് വന്നതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വലാകിൻ ലാ പറയാൻ പാടില്ല. നൂനിനെ വ്യക്തമാക്കി ഓതാൻ പാടില്ല. മറിച്ച് കാഫിന് ശേഷം ഉടൻ തന്നെ ലാമു വന്നതുള്ള ഒരു അനുഭവമാണ് ഉണ്ടാവേണ്ടത്. ഒന്നുകൂടി നമുക്ക് പൂർണ്ണമായും ആയത്ത് കേൾക്കാം. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 12-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രസ്തുത ആയത്ത് അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ അല, അല്ല, അറിഞ്ഞേക്കുക എന്ന അർത്ഥം. ഇന്നഹും, നിശ്ചയമായും അവർ, ഹുമു, അവർ തന്നെ, അൽ മുഫ്സിദൂൻ, ഫസാദുണ്ടാക്കുന്നവർ അഥവാ കുഴപ്പമുണ്ടാക്കുന്നവർ, വലാകിൻ, എങ്കിലും, ലാ യശ്ഉറൂൻ, അവർ അറിയുന്നില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ല. അപ്പോൾ ഈ ആയത്തിന്റെ മുഴുവൻ അർത്ഥം, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. ഈ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 11-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, ആ കപട വിശ്വാസികളോട് ആരെങ്കിലും പറഞ്ഞാൽ, ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി എന്നാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് 12-ാമത്തെ ഈ ആയത്തിലുള്ളത്. അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഈ ആയത്തിന്റെ സാരം. സഹോദരങ്ങളെ, ഇവിടെ ഈ കപടവിശ്വാസികൾ സത്യവിശ്വാസികളോട് അടുപ്പം അഭിനയിക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കളുമായി രഹസ്യമായി കൂട്ടുകൂടുകയും മുസ്ലിമുകൾക്ക് വലിയ പ്രയാസങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്നവരാണ് ഈ മുനാഫിക്കുകൾ. എപ്പോഴും 2 മുഖമുള്ള ആളുകളായിട്ടാണ് ഈ മുനാഫിക്കുകൾ കടന്നു വരാറ്. ഇത്തരം കപടന്മാരുടെ പൊതുധാരണ എപ്പോഴും കൂട്ടുകൂടുവാൻ യോഗ്യരായിട്ടുള്ള അന്തസ്സായിട്ടുള്ള ആളുകൾ അത് ഇസ്ലാമിക മൂല്യം മുറുകെ പിടിക്കുന്ന സത്യവിശ്വാസികളല്ല, മറിച്ച്
ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അപമതിക്കുന്ന, പരിഹസിക്കുന്ന സത്യനിഷേധികളുമായിട്ടാണ് എപ്പോഴും കൂട്ടുകൂടുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ലത് എന്നാണ് ഈ കപടവിശ്വാസികൾ പൊതുവെ ധരിക്കാറുള്ളത്. ഒരാൾക്ക് സകലമാന അന്തസ്സും ലഭിക്കുന്നത് അള്ളാഹുവിങ്കൽ നിന്നാണ് എന്ന ആ ഒരു കാര്യം വിഡ്ഢികളായ ഈ കപടവിശ്വാസികൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എന്നും സത്യവിശ്വാസികളോടൊപ്പം നിലകൊള്ളുകയും ആ സത്യവിശ്വാസികളുടെ വിജയപരാജയങ്ങളെ ഉറ്റുനോക്കി അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ മുനാഫിക്കുകൾ വിജയിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികളോടൊപ്പം കൂട്ടുകൂടും. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് എങ്കിൽ സത്യനിഷേധികളുടെ കളത്തിലേക്ക് മാറ്റിച്ചവിട്ടുകയും ചെയ്യുന്ന ആളുകളാണ് ഈ മുനാഫിക്കുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉഹുദ് യുദ്ധ സമയത്ത് ഈ മുനാഫിക്കുകൾ ഒരു പ്രതിസന്ധി മുമ്പിൽ വന്ന സമയത്ത് ആ പ്രതിസന്ധിയിൽ സഹായിക്കേണ്ട ആളുകൾ എന്താണ് അവർ ചെയ്തത്? ഈ കപടവിശ്വാസികൾ പിന്തിരിഞ്ഞു പോയതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതിന്റെ ഉദാഹരണം മാത്രമായിരുന്നു ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചത്. വേറെയും ഇവരുടെ സ്വഭാവങ്ങൾ എടുത്തു കാണിക്കുവാൻ വേണ്ടി ഉതകുന്ന ധാരാളം ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രം പരതിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ രൂപത്തിലുള്ള വഞ്ചന നിറഞ്ഞ പ്രവർത്തനങ്ങൾ പതിവാക്കിയ ആളുകളാണ് ഈ കപടന്മാർ. വിശ്വാസത്തിന്റെ കുപ്പായമണിഞ്ഞ് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്ന മുനാഫിക്കുകൾക്ക് പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമില്ല സഹോദരങ്ങളെ. അത് യുദ്ധമാകട്ടെ, പരീക്ഷണമാകട്ടെ, ഏതെങ്കിലും ഒരു ദൗത്യത്തിന്റെ ശ്രമകരമായ നിർവഹണമാകട്ടെ, കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം താങ്ങാനാകാത്തതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. യുദ്ധമുഖത്ത് നിന്ന് ആദ്യം ഓടി ഒളിക്കുന്നത് ഈ പേടിത്തൊണ്ടന്മാരായിരിക്കുമെന്ന്, പ്രശ്ന സങ്കീർണ രംഗങ്ങളിൽ ആരെയും ഒറ്റിക്കൊടുക്കുന്ന ഒരു സ്വഭാവം അത് ഇവർക്കുള്ളതാണ് എന്ന് നമ്മളോട് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. സൂറത്തുൽ ഹശറിലെ 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അവസരങ്ങൾക്കനുസരിച്ച് നിറം മാറാനും ആളുകൾക്കനുസരിച്ച് അടുപ്പവും സഹകരണവും പ്രകടിപ്പിക്കുവാനും നാണമില്ലാത്ത ഒരു വിഭാഗമാണ് കപടവിശ്വാസികൾ. തങ്ങളുടെ കാപട്യത്തിന്റെ താല്പര്യം നടന്നു കാണാൻ ഏതു വിധത്തിലുള്ള തരം താണ ഏർപ്പാടുകളും അവർ ചെയ്യുമെന്നുള്ളത് ചരിത്രം സാക്ഷ്യം നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു വിശ്വാസ സംഹിതയോ പ്രത്യേകം സദാചാര ബോധമോ ഇല്ലാത്ത ഈ മുനാഫിക്കുകൾ തങ്ങളുടെ അവസരവാദ നിലപാടുകളിൽ യാതൊരു തരത്തിലുള്ള മനസാക്ഷിക്കുത്തും ഇല്ലാത്ത ഒരു വർഗമാണ് എന്ന് നമുക്ക് കാണാം. ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ആരുടെ കാല് പിടിക്കുവാനും ആരുടെ മുന്നിലും തലകുനിക്കുവാനും ആരുടെ കൈപിടിച്ച് തടവുവാനും ഏതൊരു വ്യക്തിയെ അനർഹമായി പുകഴ്ത്തുവാനും ഏത് നല്ല മനുഷ്യനെ തെറിവിളിക്കുവാനും വേണ്ടി ഈ മുനാഫിക്കുകൾക്ക് ഒരു ലജ്ജയുമില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എങ്ങനെയെങ്കിലും തന്റെ കാര്യങ്ങൾ നടന്നു കാണണം എന്ന ഒരു ചിന്ത മാത്രമായിരിക്കും ഇത്തരം കപടവിശ്വാസികൾക്കുള്ളത് എന്നാണ്. കപടവിശ്വാസികളുടെ ഇത്തരം വിശേഷണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിലെ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തുകളിലൂടെ പറഞ്ഞ വിഷയം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമ്മൾ ശരിക്കും ഗ്രഹിക്കുകയും ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഈ കപടവിശ്വാസികളിൽ പ്രകടമായിരുന്ന അവരുടെ ദുഷിച്ച ചിന്തകളോ പ്രവർത്തികളോ നമ്മളിൽ കടന്നു വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് സഹോദരങ്ങളെ ഈ ആയത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, ഇതിന്റെ അർത്ഥമൊക്കെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ, അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു നല്ല കാര്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ കപടവിശ്വാസികളെ പോലെ നമ്മുടെ വിശ്വാസത്തിലും കർമ്മങ്ങളിലും അഭിനയിക്കുവാൻ പാടുള്ള ആളുകളല്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന അവിശ്വാസങ്ങളും പാപങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകളല്ല നമ്മൾ. കാരണം എന്താ? നമ്മൾ ഉറച്ച സത്യവിശ്വാസികളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കപടവിശ്വാസികൾ അവിശ്വാസികളോട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ദുഷിച്ച ചിന്തകൾ ഭൂമിയിൽ പരത്തുന്നതിൽ കൂട്ടുനിൽക്കുന്ന ആളുകളാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി അവരെ നമ്മൾ ഉപദേശിക്കുമ്പോൾ അതിനവർ നൽകുന്ന മറുപടി എന്താ? ഞങ്ങൾ സൽപ്രവർത്തനം മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നാണ്.
സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ആളുകൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നും നമുക്ക് ഈ രൂപത്തിലുള്ള ആളുകളെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. ഗൗരവമായ വിഷയങ്ങൾ തൗഹീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, വിഗ്രഹ ആരാധനയുടെയും മറ്റു ബഹുദൈവ ആരാധനയുടെയും നിരർത്ഥകതയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവിടെയെല്ലാം തരം താഴുന്ന രൂപത്തിൽ മുസ്ലിം എന്ന പേരുള്ള ആളുകൾ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് വലിയ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആളുകളുടെ വിഗ്രഹാരാധകരുടെയും അതുപോലെ തന്നെ ബഹുദൈവ ആരാധകരുടെയും ഒക്കെ ദുഷിച്ച ചിന്തകൾ അത് ഭൂമിയിൽ പരത്തുന്ന വിഷയത്തിൽ അതിൽ കൂട്ടുനിൽക്കേണ്ട ആളുകളല്ല നമ്മൾ വിശ്വാസികൾ എന്നുള്ളതാണ് ഇത്തരം ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുകയാണ് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ രൂപത്തിലുള്ള ഉപദേശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഞങ്ങൾ സൽപ്രവർത്തനം മാത്രമാണല്ലോ ചെയ്യുന്നത് എന്ന കപടവിശ്വാസികളുടെ മറുപടികൾ നമുക്ക് കാണാൻ കഴിയും. ഇക്കാര്യം സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. എന്താണ് അവർ പറഞ്ഞ ഈ മറുപടിയിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ സംസാരിച്ചതാണ്. അതായത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയെ സൽക്കർമ്മങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ന്യായീകരിക്കുന്ന ആളുകൾ തത്വത്തിൽ സത്യത്തെ മാറ്റിമറിക്കുകയും അതോടൊപ്പം ഞങ്ങൾ സത്യത്തിലാണ് നിലകൊള്ളുന്നത് എന്ന കള്ളവാദത്തെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് പണ്ഡിതന്മാർ ഈ ആയത്ത് വെച്ചുകൊണ്ട് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒരു ഹറാമായ കാര്യം ഒരു വ്യക്തി തെറ്റാണ് എന്നറിഞ്ഞിട്ടും ചെയ്യുന്നത് സഹോദരങ്ങളെ അത് പാപമാണ്, കുറ്റകരമാണ്. എന്നാൽ അതിനേക്കാളും ഗൗരവവും കുറ്റവുമുള്ള ഒരു അപരാധമാണ് സത്യത്തെ മാറ്റിമറിക്കുക എന്നുള്ളത്. ഞങ്ങൾ സത്യത്തിലാണ് നിലകൊള്ളുന്നത് എന്ന കള്ളവാദം ഉന്നയിക്കുന്ന ആ കപടവിശ്വാസികൾ എന്തുകൊണ്ട് ആ രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു? കാരണം ഒരു ഹറാമായ കാര്യം ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരുവാനുള്ള സാധ്യത ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലാണ്. എന്നാൽ തെറ്റു ചെയ്യുന്ന വ്യക്തി അതിനെ ന്യായീകരിക്കുകയും ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള സാധ്യത അത് വളരെ കുറവാണ്, വിരളമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ രൂപത്തിൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആളുകളോടാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ എന്ന് ആ കപടവിശ്വാസികളെ കുറിച്ച് പറയുവാൻ കാരണം ആ കപടവിശ്വാസികൾ അള്ളാഹുവിന്റെ വചനങ്ങളിലും ദൃഷ്ടാന്തങ്ങളിലും അവിശ്വസിച്ചവരാണ്. ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞവരാണ്. മാത്രമല്ല ആ കപടവിശ്വാസികൾ അള്ളാഹു നിയോഗിച്ച അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ റസൂലിന്റെ അനുയായികളെയും ചതിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആദർശ ശത്രുക്കളുമായി കൂട്ടുകൂടി നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഇതെല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്നത് കൊണ്ടാണ് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല എന്നാണ് സഹോദരങ്ങളെ. ഇതാണ് ഈ ആയത്തിന്റെ ആശയമായി കൊണ്ട് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.